നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇപ്പോൾ വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പ്രതിപക്ഷ നേതാവായ ഉദയനിധി സ്റ്റാലിൻ, അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയായിരുന്ന MK സ്റ്റാലിൻ്റെ മകനും കൂടിയാണ്. അയാൾ കഴിഞ്ഞ ദിവസം ഒരു അശ്ലീല പരാമർശം നടത്തി, ഒരു ദ്വയാർത്ഥ പ്രയോഗമാണ് നടത്തിയത്. വിജയ്ക്കും തൃഷയ്ക്കും ഒക്കെ പരാമർശിച്ചുകൊണ്ട്, അയാൾ പരാമർശിക്കുന്നില്ല, പക്ഷേ അയാളുടെ അണികൾ തൃഷ എന്ന് വിളിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ആ പരാമർശം നടത്തിയത്. അതിൻ്റെ പേരിൽ വലിയ വ്യാപകമായിട്ടുള്ള വിമർശനം അയാൾക്കെതിരെ ഉണ്ടായിരുന്നു. BJP അടക്കമുള്ള നേതാക്കൾ അയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് TVK, അതായത് ഈ മുഖ്യമന്ത്രി വിജയുടെ പാർട്ടിയായ TVKയിലെ അണികളും വളരെ രോഷാകുലരായിരുന്നു. അങ്ങനെ ഒടുവിൽ അയാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. കോടതി തീരുമാനമനുസരിച്ച് മാത്രമേ അറസ്റ്റ് രേഖപ്പെടുത്താവൂ എന്ന് ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. കാരണം ജാമ്യത്തിനും മറ്റുമായിട്ട് അയാളുടെ ആളുകളും കോടതിയിലേക്ക് ഓടിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതാ അസാധ്യമായ ഒരു സംഗതി അവിടെ സാധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരാം. പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രിയുടെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഇതിനു മുമ്പും തമിഴ്നാട്ടിൽ ഇതുപോലെ ചില രാഷ്ട്രീയ നാടകങ്ങളൊക്കെ അരങ്ങേറിയിട്ടുണ്ട്. നമുക്കറിയാം, ഇവരുടെയൊക്കെ മുത്തച്ഛനായിട്ടുള്ള കരുണാനിധിയെ തന്നെ കിടക്കപ്പായൽ നിന്ന് പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ജയലളിതയുടെ പോലീസ്. ഇനി എന്താണ് ഈ അറസ്റ്റിന് അല്ലെങ്കിൽ ഈ കസ്റ്റഡി എടുക്കാനുള്ള കാരണമായ സംഭവം എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം തഞ്ചാവൂരിൽ ഈ DMKയുടെ ഒരു സമര പരിപാടി ഉണ്ടായിരുന്നു. കാവേരി നദീജല തർക്കം തന്നെയാണ് വിഷയം. എത്രയോ വർഷമായിട്ട് കർണാടകയായിട്ട് അവർ നിരന്തരമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ കാവേരി നദിയിൽ നിന്നുള്ള ജല പ്രശ്നം. അപ്പോൾ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇയാൾ കണക്കുകളൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. ഈ ഉദയനിധി സ്റ്റാലിൻ ജൂലൈ മാസത്തിൽ 32 TMC വെള്ളം കിട്ടേണ്ടതായിരുന്നു, അത് കിട്ടിയിട്ടില്ല. മൊത്തത്തിൽ 42 TMC വെള്ളം കിട്ടേണ്ടതായിരുന്നു, പക്ഷേ ഒരു തുള്ളി പോലും ഇതുവരെ വന്നിട്ടില്ല. മുഖ്യമന്ത്രിക്ക് അതൊന്നും നോക്കാൻ നേരമില്ല. അദ്ദേഹത്തിന് DMK അണികൾക്ക് എതിരെയും നേതാക്കൾക്കെതിരെയും കള്ളക്കേസ് എടുക്കാനും അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാനുമാണ് നേരം എന്ന രീതിയിൽ ഇയാൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് വരുമ്പോൾ ഇയാളെ കേട്ടുകൊണ്ടിരുന്ന ഇയാളുടെ വിവരമില്ലാത്ത അണികൾ അവിടെ നിന്ന് തൃഷ എന്നിങ്ങനെ വിളിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ഒരു നിമിഷം പ്രസംഗം ഇങ്ങനെ നിർത്തി. അതിനുശേഷം അയാളുടെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു അളിഞ്ഞ ചിരിയോടുകൂടി അയാൾ പറയുന്നു, എവിടെ വെള്ളം വന്നാൽ എന്ത്, എവിടെ വെള്ളം വന്നില്ലെങ്കിൽ എന്ത്, അവിടെ വെള്ളം വരുന്നുണ്ടല്ലോ അത് മതിയല്ലോ എന്ന തരത്തിൽ ഒരു പറച്ചിലും ഒരു അശ്ലീല ചിരിയും അത് കേട്ടുകൊണ്ട് അയാളുടെ അണികളും ചിരിക്കുന്നു. എന്താണ് ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതിനുശേഷം വ്യാപകമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലും ഇയാൾക്കെതിരെ വലിയ ആക്രമണം നടക്കുകയാണ്. അയാളെ അറസ്റ്റ് ചെയ്യണമെന്ന തരത്തിലാണ്. സ്വാഭാവികമായിട്ടും TVK എന്ന വിജയുടെ പാർട്ടിയും അതിൻ്റെ ഒപ്പം തന്നെ BJP നേതാക്കളും ഒക്കെ പ്രസ്താവന ഇറക്കി കഴിഞ്ഞു. അയാളെ അറസ്റ്റ് ചെയ്യണം. അയാൾ പറയാൻ പാടില്ലാത്ത തരത്തിലാണ്. ഇയാളൊരു പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ ഒരിക്കലും ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. അയാൾക്ക് അമ്മയുണ്ട്, മകളുണ്ട്, ഭാര്യയുണ്ട്. അപ്പോൾ സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഇത്തരം പരാമർശങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉള്ളവർ, അതായത് അമ്മയും ഭാര്യയും മകളുമൊക്കെ ഉള്ള ഒരാൾ ഇതുപോലെ പറയുമോ? അതെന്ത് മോശം രാഷ്ട്രീയമാണ്, ഇങ്ങനെയാണോ നിങ്ങൾ രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്നത് എന്ന തരത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള കമ്മികൾക്ക് ഒരക്ഷരം മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം ഇയാളുടെ അച്ഛൻ സ്റ്റാലിൻ പല തവണ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ അണ്ണൻ അല്ലെങ്കിൽ തമ്പി ആണ്, അണ്ണൻ തമ്പിയാണ് പിണറായി വിജയനും സ്റ്റാലിനും. ഇവർ രണ്ടുപേരും പലതവണയായിട്ട് വേദി പങ്കിട്ടിട്ടൊക്കെയുണ്ട്. പരസ്യമായിട്ട് തന്നെ ഞങ്ങൾ സഹോദരങ്ങളാണെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. മാത്രമല്ല ഇവിടെ നിന്ന് പിണറായി വിജയനെ ആനയിച്ച് അവിടെ കൊണ്ടുപോയി ചില പരിപാടിയിലൊക്കെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ എപ്പോഴും അപ്പവും അടയും മാറ്റിയിരിക്കുന്ന ടീംസാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല, എതിർക്കാനും പറ്റത്തില്ല എന്ന ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ കമ്മികൾ. വളരെ നിശബ്ദതയാണ് ഇവിടെയുള്ള കമ്മി പ്രൊഫൈലുകളും മറ്റുമൊക്കെ. MK സ്റ്റാലിനെയും സ്റ്റാലിൻ്റെ മകനെയും തള്ളിപ്പറയാനും പറ്റില്ല, അനുകൂലിക്കാനും പറ്റത്തില്ല എന്ന അവസ്ഥയിലാണ്. എന്തായാലും അവിടെ വിജയുടെ പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്ത്, അയാളുടെ വീട്ടിൽ ചെന്ന് അയാളെ കസ്റ്റഡിയിലെടുത്ത് കഴിഞ്ഞു. പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് കോടതിയുടെ തീരുമാനം അറിഞ്ഞതിന് ശേഷം മാത്രം മതി എന്നാണ് ഇതുവരെയുള്ള വാർത്ത. എന്താവും എന്നറിയില്ല. എന്തായാലും അവിടെ വിജയ്ക്കെതിരെയോ അല്ലെങ്കിൽ വിജയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തൃഷയ്ക്കെതിരെയൊക്കെ ഇതേപോലുള്ള പരാമർശം നടത്തിയാൽ പണി കിട്ടുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ അത്ഭുതത്തോടെ ചിന്തിക്കേണ്ടത്, നമ്മൾ കേരളത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ മാതാവിനെതിരെയും എന്തൊക്കെ പിതൃശൂന്യത പറഞ്ഞിട്ടും കേസെടുത്തു. പക്ഷേ ഇവരെ ആരെങ്കിലും അറസ്റ്റ് ചെയ്തതായിട്ട് നമുക്കറിയില്ല. പക്ഷേ ആ അഭ്യാസം തമിഴ്നാട്ടിൽ ചിലവാകില്ല എന്നിപ്പോൾ വിജയ് കാണിച്ചു കൊടുത്തു.